ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യണം നമ്മുടെ ഡ്യൂക്ക് 790 ആണ്. ഈ വണ്ടി ഇറങ്ങാൻ ടൈമിൽ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട്. കാരണം ഇതിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് നല്ല രീതിയിൽ ഫീഡ്ബാക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാ ഭാഗവും നല്ല ചിന്തിച്ച് ഡിസൈൻ ചെയ്ത പോലെ എനിക്ക് തോന്നണത്. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 390 തന്നെ സെയിം ഹെഡ്ലൈറ്റാണ്. ഈ ഭാഗത്ത് നിന്ന് കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ 390 ആണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കും. കാരണം സെയിം DRLും ഫുൾ LED ഹെഡ്ലാമ്പും അതേപോലെയൊക്കെ തന്നെയാണ്. ഞാൻ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ 390യുടെ അത്ര സൈസ് ഉള്ളതെന്നാണ് വിചാരിച്ചത്. പക്ഷേ 390 ആയിട്ട് ഒരു രീതിയിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത സൈസാണ് കേട്ടോ. ഇത്തിരി വണ്ണം കുറവായിട്ട് തോന്നുമെങ്കിൽ നല്ല നീട്ടം തോന്നിക്കേണ്ട വണ്ടിക്ക്. അത്യാവശ്യം നല്ല നീട്ടമുള്ള വണ്ടിയാണ്. നല്ല ഒരു വലുപ്പം തോന്നിക്കുന്നുണ്ട്. കാണുമ്പോൾ നല്ല ലുക്കുള്ള വണ്ടിയാണ് കേട്ടോ, ഏത് ഭാഗത്ത് നോക്കിയാലും. പിന്നെ പൊതുവെ എല്ലാ KTM ബൈക്സിൽ കാണുന്ന സെയിം ഇൻഡിക്കേറ്റേഴ്സ് LED ഇൻഡിക്കേറ്റേഴ്സ് അതിൽ വന്നേക്കണത്. ഫ്രണ്ടിലും ബാക്കിലും LED തന്നെയാണ്. പിന്നെ നല്ല സ്റ്റാൻഡേർഡ് വന്നിരിക്കണ ടൈലാമ്പും വന്നിട്ടുണ്ട്. അത് ഫുൾ LED തന്നെയാണ്. അതിൻ്റെ തൊട്ടടിയിലായിട്ട് തന്നെ നോക്കുമ്പോൾ നമ്പർ പ്ലേറ്റും വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാക്കിൽ നിന്നുള്ള വ്യൂ ബൈക്കിൻ്റെ. പിന്നെ വണ്ടിയുടെ മെയിനായിട്ടുള്ള നമ്മുടെ ഹാർട്ട് എന്നൊക്കെ പറയണ എഞ്ചിൻ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ 799cc ട്വിൻ സിലിണ്ടർ 4 വാൽവ് ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് നോക്കിയിൽ വന്നത്. അതുമാത്രമല്ല നമുക്ക് 8000 RPM 87 എണ്ണം ടോർക്കും 9000 RPM 104.6 PS പവർ ഈ വണ്ടിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഒരു അൾട്ടിമേറ്റ് പവറുള്ള വണ്ടിയാണ് ഉദ്ദേശിക്കണമെങ്കിൽ ഇതാണ് വണ്ടി. പിന്നെ ഈ വണ്ടിയുടെ സസ്പെൻഷനിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 46 mm അപ്സൈഡ് ഫോക്സ് വന്നേക്കണം. അത് നമുക്ക് അഡ്ജസ്റ്റബിൾ അല്ല, നോൺ അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഫീലും കംഫർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ റൈഡ് റിവ്യൂ ഇടുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു ഫീച്ചറാണിത്, ഈ സ്റ്റിയറിംഗ് ഡാംബ്ലർ എന്ന് പറഞ്ഞ ഈ സംഭവം. അത് എന്ന് പറയുന്നത് നമ്മുടെ ഹാൻഡ്ലിങ്ങിന് കംഫർട്ടായിട്ടിരിക്കാനും നല്ല സ്റ്റെബിലിറ്റി വരാൻ വേണ്ടി വെക്കണ സംഭവമാണ്. നമുക്ക് ഹൈ സ്പീഡിലൊക്കെ നല്ല സ്റ്റേബിളായിട്ടിരിക്കും ഈ സംഭവം ഉള്ളതുകൊണ്ട്. പിന്നെ ഈ വണ്ടിയുടെ റെയർ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് WPൻ്റെ ഷോക്ക് അബ്സർവർ എന്ന് പറയുന്ന മോണോ ഷോക്ക് വന്നേക്കണം. അത് പ്രീലോഡ് അഡ്ജസ്റ്റബിളും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയിൽ ഫ്രണ്ടിലും ബാക്കിലും കൂടി നല്ല സസ്പെൻഷനാണ് വന്നേക്കണമെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എൻ്റെ ഗിയർ ബോക്സിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ 6 സ്പീഡ് ഗിയർ ബോക്സ് വന്നേക്കണത്. അതിൻ്റെ ഫീലിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ റൈഡ് റിവ്യൂ ഇടുമ്പോൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഈ വണ്ടിയുടെ റേഡിയേറ്ററാണ് ഈ കാണാൻ നല്ല കർവായിട്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള റേഡിയേറ്ററാണ്. ഇതിൻ്റെ ഈ ക്രാഷ് കാർഡ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ വണ്ടി മറിഞ്ഞ് വീഴണമെങ്കിൽ ഇൻ കേസ് ഈ വണ്ടിയുടെ റേഡിയേറ്ററിന് പരിക്കുപറ്റാൻ ചാൻസ് ഇത്തിരി കൂടുതലാണ്, വേറെ പ്രൊട്ടക്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഈ വണ്ടിയുടെ ബ്രേക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് ഡ്യുവൽ ഡിസ്കാണ് വന്നത്. നമുക്ക് 300 mm ഡ്യുവൽ ഡിസ്ക്കാണ് ഫ്രണ്ടിൽ വന്നത്. അതിൽ നമുക്ക് ABS ഉണ്ട്, ബാക്കിലുണ്ട് ABS, ഡ്യുവൽ ചാനൽ ABS ആണ് വണ്ടി. അതുമാത്രമല്ല നമുക്ക് ഈ വണ്ടിയിൽ നമുക്ക് ട്രാക്ഷൻ കൺട്രോളും വന്നിട്ടുണ്ട്. അതിൻ്റെ സെൻസർ എന്ന് പറയുന്നത് ABSൻ്റെ സെയിം സെൻസർ ഇടുമ്പോൾ തന്നെയാണ് ട്രാക്ഷൻ കൺട്രോളും വന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡാണ്, ട്രാൻസ്പെറൻ്റ് ആണ്, കുറച്ച് വെറൈറ്റി മോഡലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ല രസമാണ്, ഫ്ലൂയിഡായി കിടക്കണതാണ്. പിന്നെ ബാക്കിലത്തെ ഡിസ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 240 mm ഡിസ്ക്കാണ് വന്നത്. അതിൻ്റെ ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. നമുക്ക് ഈ സൈഡിൽ ആയിട്ട് ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ സ്വിച്ചുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് 390ലുള്ള സെയിം ഡിസ്പ്ലേ കൺട്രോൾ ചെയ്യുന്ന സ്വിച്ചാണ്. ഇവിടെ നമുക്ക് ഇൻറ്റഗ്രേറ്റഡ് സ്വിച്ചാണ് വന്നത്. അടിയിലോട്ട് എത്തി കഴിഞ്ഞാൽ പാസ് മുകളിലോട്ട് ഇട്ടി കഴിഞ്ഞാൽ നമുക്ക് ബ്രൈറ്റ് വീഴും. പിന്നെ ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റർ ഇടാനുള്ളതും അടിയിൽ ഹോൺ. ഇപ്പുറത്തെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇൻറ്റഗ്രേറ്റഡ് സ്വിച്ചാണ് വന്നത്. കിൽ സ്വിച്ചും സെൽഫും ഒരൊറ്റ സ്വിച്ചിൽ തന്നെ വരും. അടിയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ കിൽ സ്വിച്ച് ഓൺ ആവും. അത് കഴിഞ്ഞാൽ ഒന്നുകൂടി എത്തിക്കഴിഞ്ഞാൽ സ്റ്റാർട്ടാവും വണ്ടി. പിന്നെ ഈ മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് 390യുടെ മീറ്റർ ആയിട്ട് തോന്നുമെങ്കിൽ ഇത് 390യുടെ മീറ്റർ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൽ ഫീച്ചേഴ്സ് ഇത്തിരി കൂടുതലാണ്. പിന്നെ ഇതിൽ റൈഡിങ് മോഡ്സും വരുന്നുണ്ട്. ഇത് കിൽ സ്വിച്ച് ഓൺ ആയതുകൊണ്ട് അങ്ങനെ അത് കിൽ സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാൽ അത് പോവും. പിന്നെ ഇത് ട്രാൻസ്പോർട്ട് ലോക്ക് എന്ന് പറയുന്ന സാധനം ഓൺ ആയതുകൊണ്ടാണ് അത് നമുക്ക് ഈസി ഓപ്പറേഷൻ ചെയ്താൽ മാറുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് സ്വിച്ച് ആക്കി അത് പോവും. ഇതിൽ തന്നെ നമുക്ക് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ടാക്കോമീറ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഇത് റൈഡിങ് മോഡ് ഏതാണെന്നുള്ളത്. പിന്നെ ഇവിടെ ഒരു ഫ്യൂവൽ ഗേജ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് എൻജിൻ ടെമ്പറേച്ചർ, ഇത് ടൈം, ഇത് കൂളൻറ്റിൻ്റെ ടെമ്പറേച്ചർ, ട്രിപ്പ് ഏതാണെന്ന് അതിൻ്റെ കിലോമീറ്ററും, പിന്നെ ഇത് ഫ്യൂവൽ റേഞ്ച്. പിന്നെ ഈ രണ്ട് സൈഡിൽ നമുക്ക് വാർണിങ്സ് വന്നിട്ടുണ്ട്, ABSൻ്റെ ട്രാക്ഷൻ കൺട്രോളിൻ്റെയൊക്കെ. പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് ഫേവറേറ്റ് എന്ന് പറഞ്ഞ ഇതുണ്ട്. അതിൽ നമുക്ക് റൈഡിങ് മോഡ്സ് സെലക്ട് ചെയ്യുക. ഇതിൽ നമുക്ക് 4 റൈഡിങ് മോഡ്സ് വരുന്നുണ്ട്: സ്പോർട്സ്, സ്ട്രീറ്റ്, റെയിൻ, ട്രാക്ക്. ഇപ്പോൾ സ്ട്രീറ്റിലാണ് കിടക്കുന്നത്. പിന്നെ മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആക്കാനുള്ളത്. പിന്നെ ABS സ്വിച്ച് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ളതുണ്ട്. പിന്നെ ABS മോഡ് ഉണ്ട്, നമുക്ക് റോഡ് അങ്ങനെ പല രീതിയിൽ ഇടാൻ പറ്റും. പിന്നെ ക്വിക്ക് ഷിഫ്റ്റ് ഓൺ ആക്കാൻ പറ്റും. പിന്നെ എന്ന് പറയുന്നത് ഷിഫ്റ്റ് ലൈറ്റ്, അത് നമുക്ക് 1000 കിലോമീറ്റർ കഴിയുമ്പോൾ അത് എനേബിളായിട്ട് കിട്ടുള്ളൂ. പിന്നെ നോക്കാനാണെങ്കിൽ നമ്മുടെ ട്രിപ്പ് ഡീറ്റെയിൽസിൽ നമുക്ക് 2 ട്രിപ്പ് തന്നെ ഉണ്ട്. അതിൽ നമുക്ക് എത്ര കിലോമീറ്റർ എന്തോരം ഫ്യൂവൽ കൺസപ്ഷൻ ചെയ്ത്, പിന്നെ കിലോമീറ്റർ, സ്പീഡ്, പിന്നെ ഫ്യൂവൽ റേഞ്ച് അതൊക്കെ കാണിക്കും. പിന്നെ സെറ്റിങ്സിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ യൂണിറ്റൊക്കെ മാറ്റാൻ പറ്റും. കിലോമീറ്ററിൽ കാണിക്കാൻ പറ്റും, പിന്നെ മൈൽസിലും കാണിക്കും. പിന്നെ ടെമ്പറേച്ചർ നമുക്ക് സെൽഷ്യസിലും കാണിക്കും, ഫാരൻഹീറ്റിലും കാണിക്കും. പിന്നെ ഇതിൻ്റെ ഫ്യൂവൽ കൺസപ്ഷനെ കുറിച്ചാണെങ്കിൽ നമുക്ക് ഇതിൽ 5 ടൈപ്പ് ഉണ്ട്. അതിൽ ഇഷ്ടമുള്ളത് നമുക്ക് ഇടാം.
പിന്നെ നമുക്ക് ഈ വണ്ടിയിൽ ഇത് ഡിസ്പ്ലേയുടെ ലാംഗ്വേജ് നമുക്ക് മാറ്റാം. ഇതിൽ 6 ഭാഷകൾ തന്നെയുണ്ട്. ജർമ്മൻ, ഫ്രഞ്ച്, സ്പെയിൻ എന്ന് പറഞ്ഞ 4, 5, 6 ഭാഷകൾ തന്നെയുണ്ട് നോക്കിയിൽ. പിന്നെ ക്ലോക്ക്, ഇത് ടൈം സെറ്റ് ചെയ്യാനും ഡേറ്റ് സെറ്റ് ചെയ്യാനും. പിന്നെ DRL, ഫ്രണ്ടിലത്തെ DRL ഓഫ് ആക്കാനും ഓൺ ആക്കാനും പറ്റും. അതുമാത്രമല്ല നമുക്ക് ഈ മീറ്ററിൽ തന്നെ നമുക്ക് ത്രോട്ടിലിൻ്റെ പവറൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കുറേ മോഡുകളുണ്ട്. ത്രോട്ടിലിൻ്റെ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ മീറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മീറ്ററാണെന്ന് പറയാം. കാരണം എല്ലാ ഫീച്ചേഴ്സും ഈ മീറ്ററിൽ വന്നിട്ടുണ്ട്. എല്ലാ ഇൻഫോർമേഷനും നമുക്ക് മീറ്ററിൽ തന്നെ കിട്ടും. ഒരു സൂപ്പർ ബൈക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് ഓടി തന്നെയാണ് സൈലൻസർ, അതിൻ്റെ സൗണ്ട്. അത് ഇതിൻ്റെ എക്സോസ്റ്റ് പൈപ്പ് പോയേക്കണ വഴിയാണിത്. 2 സിലിണ്ടറിൽ നിന്ന് ഒരു ഒറ്റ പൈപ്പായിട്ട് ബെൻഡ് ചെയ്ത് നേരെ സീറ്റിൻ്റെ അടിയിലോട്ടാണ് ഇത് പോയേക്കണത്. ഇതിൻ്റെ ഹീറ്റ് അടിക്കുമെന്ന് എനിക്കറിയില്ല. പുറകിലിരിക്കണ ആളുടെ ഫുഡ് റെസ്റ്റിൻ്റെ സൈഡിലായിട്ടാണ് സൈലൻസർ വന്നേക്കണത്. ഹീറ്റ് അടിക്കണ കാര്യം എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. പിന്നെ ഈ വണ്ടിയുടെ ടയർ സൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ 120, 70, 17, ബാക്കിലാണെങ്കിൽ നമുക്ക് 150, 55, 17 വന്നത്. നല്ല വലിയ ടയറാണ് വന്നേക്കണത്. നല്ല ഗ്രിപ്പുള്ള ടയറാണ് വന്നേക്കണത്. പിന്നെ ബൈക്കിൽ കയറിയിരിക്കുമ്പോഴുള്ള വ്യൂ ഇങ്ങനെയുണ്ട്. വൈഡായിട്ടുള്ള 760 mm ഹാൻഡിൽ ബാർ വന്നേക്കണം. പിന്നെ ഈ ടാങ്ക് എന്ന് പറയുന്നത് 14 ലിറ്ററാണ്. അത് ഈ ഓറഞ്ച് കവറിങ് ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ ഈ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 825 mm ആണ്. എൻ്റെ കാല് ജസ്റ്റ് ഒന്ന് കുത്താൻ പറഞ്ഞുള്ളൂ, കാരണം അത് സ്റ്റാൻഡിലിരിക്കണേണ്. അപ്പോൾ അതേ വണ്ടി പുറത്തോട്ട് ഇറക്കി കൊണ്ടുപോകാൻ പോണേണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന മറ്റേ ട്രാൻസ്പോർട്ട് ലോക്ക് എന്ന് പറഞ്ഞ സാധനം അൺലോക്ക് ചെയ്യാൻ പോണേണ്. അപ്പോൾ അതിന് വേണ്ടി ഈസി അപ്ഡേഷൻ വേണം ഈ വണ്ടിക്ക്. അപ്പോൾ ഈ വണ്ടി ഇതേ ഈസി അപ്ഡേഷന് വേണ്ടി കൊണ്ടുപോകണതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി അപ്ഡേഷൻ ചെയ്യണം, ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അതേ ഫസ്റ്റ് തന്നെ ബാക്കിലത്തെ സീറ്റ് തുറന്ന് അതിൻ്റെ അടിയിൽ നിന്ന് ഒരു കേബിൾ എടുക്കണം. ഇതാണ് കേബിൾ. ആ കേബിൾ എടുത്ത് കഴിഞ്ഞ് നേരെ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യും. എന്നിട്ടാണ് അപ്ഡേറ്റ് ചെയ്യണം. ഇതേപോലെ സംഭവം കണക്റ്റായി. ഇപ്പോൾ സിസ്റ്റമായിട്ട് ബൈക്ക് കണക്റ്റായി. ഇനി ഈസി അപ്ഡേഷൻ നടക്കും. ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ഈസി അപ്ഡേഷൻ നടക്കുന്നത് KTM ബൈക്സിൽ. അപ്പോൾ ഇനി നമുക്ക് മറ്റേ ട്രാൻസ്പോർട്ട് ലോക്ക് എന്ന് പറഞ്ഞ സാധനം അൺലോക്കായി കിട്ടും. അപ്പോൾ നമുക്ക് ഇനി പുറത്തോട്ട് ഇറക്കി വണ്ടി ഓടിക്കാൻ പറ്റും. അപ്പോൾ അതേ വണ്ടിയുടെ ഈസി അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈസി അപ്ഡേഷൻ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. ഇപ്പം ഇനി വണ്ടി ഇപ്പോൾ നമുക്ക് പുറത്തോട്ട് ഇറക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാൻ കിട്ടില്ല. ഇപ്പം നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് വണ്ടി അല്ല ഇതിപ്പോൾ അവർ ട്രെയിനിങ് പർപ്പസിന് എന്തോ പ്രോഗ്രാമിന് വേണ്ടി വണ്ടി കൊണ്ടുപോകണേന്. അപ്പോൾ അതിന് വേണ്ടിയാണ് ആ സാധനം അപ്ഡേറ്റ് ചെയ്ത് അൺലോക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരാം. എന്തോരം ക്ലിയർ ആവുമെന്ന് അറിയില്ല, കാരണം ഷോറൂമിൻ്റെ അകത്തായതുകൊണ്ട് ഭയങ്കര നോയ്സാണ് വണ്ടി ഓൺ ചെയ്തിട്ട്. വണ്ടിയുടെ സൗണ്ട് ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. വണ്ടി അവിടെ സ്റ്റാർട്ടാക്കിയിട്ട് ഷോറൂമിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അമ്മാതിരി വോയിസാണ്. സൈലൻസിൻ്റെ പുറകിൽ വെറുതെ ജസ്റ്റ് ഒന്ന് കൈ വെച്ചാൽ പോയി നമ്മുടെ കയ്യിലടിച്ച് നമ്മുടെ കൈ നീങ്ങിപ്പോണ പവറാണ്. അത്രക്ക് വോയിസാണ് ഈ വണ്ടിയുടെ. എന്തോരം ക്ലിയർ ആയിട്ട് എനിക്ക് കിട്ടിയെന്ന് അറിയില്ല. ഞാൻ എന്തായാലും റൈഡ് റിവ്യൂ ചെയ്യുമ്പോൾ സൗണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഞാൻ എന്തായാലും ജസ്റ്റ് പുറത്ത് വെച്ച് ഒന്നും കൂടി ഞാൻ ഒന്ന് സൗണ്ട് കേൾപ്പിച്ചു തരാം. പിന്നെ ഈ വണ്ടിയുടെ മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷോറൂമിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയത് 18-20 ആ റേഞ്ചിലാണ് മൈലേജ് കിട്ടിയെന്ന് പറഞ്ഞത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10,33,000 സംതിങ് ആണ് ഓൺ റോഡ് വന്നത്. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വണ്ടിനെ കുറിച്ച് എന്തെങ്കിലും സംശയം കാര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.